ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ വാഗ്ദാനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല എന്നതാണ് പ്രതിപക്ഷ വിമർശനം. തമിഴ്നാട്ടിൽ പെൺകൾ അனைவரும் தன் കുടുംബത്തിൽ ഒരുവരാக കരുതും நமது മാண்புമിகு முதலமைச்சர் അവர்கள் സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തായ്മാമൻ തങ്കമോതിരം പദ്ധതി, വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവൻ സ്വർണവും പട്ടുസാരിയും, ജെൻസി വിദ്യാർത്ഥികൾക്ക് ബ്രാൻഡഡ് സൈക്കിളും ഒപ്പം ഹെൽമറ്റും ഒരു വാട്ടർ ബോട്ടിലും, കോളേജ് വിദ്യാർത്ഥികൾക്ക് വെട്രി സ്കീം വഴി ലാപ്ടോപ്പ്. വിജയിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക ശക്തിയായ സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ചേർത്ത് പിടിക്കുകയാണ് ആദ്യ ബജറ്റിലൂടെ ടി.വി.കെ. இத்திட்டத்தினை செயல்படுத்த திருத்த வரவு செல்ல திட்ட மதிப்பீடுகளில் 812 கோடி ரூபாய் நிதி ஒதுக்கீடு செய்யப்படுகிறது. യുവതയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നിരവധി പദ്ധതികൾ ബജറ്റിലുണ്ട്. ലഹരി വ്യാപനം തടയാൻ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും. കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികളും ബജറ്റിലുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ വർധനവ്, ഒരു കുടുംബത്തിന് വർഷത്തിൽ 6 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ എന്നീ ജനപ്രിയ വാഗ്ദാനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല. പദ്ധതികളുടെ പേര് മാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. ஆட்சிக்கு வரும்போது மாற்றம் அப்படின்வாங்க. இப்போ என்ன மாற்றம் கேட்டிங்கன்னா எல்லாத்துக்கும் பேர் மாற்றம் செஞ்சுருக்கிறாங்க. அனைத்து திட்டங்களையும் பெயரை மாற்றிருக்கிறாங்க. அதில் அறிவிக்கப்பட்ட கொடுக்கப்பட்ட வாக்குறுதி எதுவுமே பட்ஜெட்டில் தெரிவிக்கவில்லை. புதிய திட்டமும் எதுவும் அல்ல. எல்லாம் ஏற்கனவே இருக்கின்ற திட்டத்துக்கு பெயரை மாற்றி ஸ்டிக்கர் ஒட்டி அறிவித்து தான் இந்த நிதிநிலையில் இருக்கல பார்க்கப்படுகிறது. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി വാഗ്ദാനങ്ങൾ പടിപടിയായി നടപ്പാക്കുമെന്ന മുൻകൂർ ജാമ്യവും ബജറ്റ് പ്രസംഗത്തിൽ എടുക്കുന്നുണ്ട്. കെ.പി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.